ഹലോ അസ്സാമു അലൈക്കും, വെൽക്കം ടു ഷസി ട്രീറ്റ്സ്. ഇന്ന് നല്ലൊരു അടിപൊളി ബ്രോസ്റ്റഡ് ചിക്കൻ്റെ റെസിപ്പിയാണ്. വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും കണ്ടു നോക്കാം. ഈ ബ്രോസ്റ്റഡ് ചിക്കൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പം 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ബ്രോസ്റ്റഡ് ചിക്കൻ തയ്യാറാക്കുമ്പം നമുക്ക് സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കനിലും ഇത് തയ്യാറാക്കിയിട്ടെടുക്കാം. അപ്പം ഞാൻ സ്കിന്ന് കളഞ്ഞ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. 1 കിലോ ചിക്കൻ ഉണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരി ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം ഈ ചിക്കനിൽ വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പും എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇപ്പം കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് 2 ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ നിറച്ചും തൈര് ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 1/2 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഒരു 10 അല്ലി വെളുത്തുള്ളി നന്നായിട്ട് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അരച്ചെടുത്തതാണ്. വെളുത്തുള്ളി ഇതിലേക്ക് എന്തായാലും ചേർത്ത് കൊടുക്കുക. നല്ല ഫ്ലേവറായിരിക്കും ഈ ചിക്കന് കിട്ടുക. അതുകൊണ്ട് ഒരു 8-10 വെളുത്തുള്ളി നന്നായിട്ട് അരച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഗാർലിക് പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സാക്കിയ ശേഷം കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും നിങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. എന്നാലും ഈ മസാല ഇതിൽ നന്നായിട്ട് പിടിക്കുള്ളൂ. ഞാൻ ഇപ്പം ഒരു 2 മണിക്കൂർ വെച്ചിട്ടുണ്ട്. അധിക സമയം വെക്കുന്നെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇനി ഈ ചിക്കന് വേണ്ട കോട്ടിങ് നമുക്ക് തയ്യാറാക്കിയിട്ടെടുക്കാം. അതിനായിട്ട് 250 ml കപ്പിൽ 1.25 കപ്പ് അളവിൽ മൈദ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. 1/2 കപ്പ് അളവിൽ കോൺഫ്ലവർ പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഈ പൊടിയിൽ തന്നെ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഒരു പിഞ്ചളവിൽ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഈ പൊടികളെല്ലാം നന്നായിട്ട് മിക്സ് ആക്കിയിട്ടെടുക്കുക. ചിക്കനെ നമ്മൾ കൂടുതൽ നേരം മാരിനേഷൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത്രയും സോഫ്റ്റായിട്ട് നമ്മൾ ചിക്കൻ കിട്ടും. അതുകൊണ്ടാണ് കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും നമ്മൾ മസാല കോട്ട് ചെയ്തിട്ട് വെക്കാൻ പറയുന്നത്. നമ്മൾ ഫ്രൈ ചെയ്യുന്നതിന് കുറച്ച് മുമ്പ് ഈ പൊടികളെല്ലാം ഒന്ന് തയ്യാറാക്കിയിട്ട് വെച്ചാൽ മതി. ഇനി നമ്മൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കന് നന്നായിട്ട് തന്നെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഓരോ ചിക്കൻ എടുത്തിട്ട് നമ്മൾ മിക്സാക്കി വെച്ച ആ പൊടിയിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കുക. എല്ലാ ചിക്കനും ഇതേപോലെ ഒരു വട്ടം ജസ്റ്റ് ഒന്ന് പൊടിയിലൊന്ന് കോട്ട് ചെയ്തിട്ട് പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കുക. നമ്മൾ ഈ ചിക്കൻ തയ്യാറാക്കുമ്പം കുറേ യൂട്യൂബിൽ തന്നെ കുറേ റെസിപ്പീസ് നോക്കിയിട്ടാണല്ലോ തയ്യാറാക്കിയിട്ടെടുക്കുക. അതേപോലെ കുറേ റെസിപ്പി ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തിട്ടും ശരിയാവാത്തവരാണെങ്കിൽ എന്തായാലും ഈ റെസിപ്പി ഒന്ന് ഫോളോ ചെയ്തിട്ട് തയ്യാറാക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. ഇനി നമ്മൾ പൊടികളെല്ലാം കോട്ട് ചെയ്ത ശേഷം ചിക്കനിൽ ബാലൻസ് ആയിട്ട് കുറച്ച് ഗ്രേവി ഉണ്ടാവും. അതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ പാലും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് വെക്കുക. ഇനി നമ്മൾ ജസ്റ്റ് മൈദയിൽ കോട്ട് ചെയ്ത ചിക്കൻ എടുത്തിട്ട് ഈ പാലിൻ്റെ മിക്സിലോട്ട് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുക. പൊടിയിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ കൈ വെച്ചിട്ട് നന്നായിട്ട് പ്രസ്സാക്കിയിട്ടെടുക്കുക. നന്നായിട്ട് പ്രസ്സാക്കി കഴിഞ്ഞാൽ ഒരുപാട് പൊടിയൊന്നും അതിൽ കോട്ടാവില്ല. ആ നനവിൽ നിന്ന് മാത്രം, ആ പാലിൻ്റെ മിക്സിൽ നിന്ന് നനവിൽ നിന്ന് മാത്രമുള്ള ആ പൊടികൾ മാത്രമേ അതിൽ കോട്ടായിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് കുടഞ്ഞെടുക്കുക. നിങ്ങൾ വീഡിയോയിൽ കാണുന്നില്ലേ, അതേപോലെ കൈ വെച്ചിട്ട് നന്നായിട്ട് പ്രസ്സാക്കിയിട്ട് തട്ടി കൊടുക്കുക. കൈ വെച്ചിട്ട് നന്നായിട്ട് തട്ടി കൊടുക്കുക. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന ബ്രോസ്റ്റഡ് ചിക്കനിൽ പുറം ഭാഗം പോലെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. ഇനി ഈ ടൈം തന്നെ ഞാൻ ഓയിൽ ഒന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചിന്. ഓയിൽ ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മീഡിയം ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ ഓരോന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ ഇതിന് അത്യാവശ്യം ഓയിൽ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം. നല്ല ഡീപ്പ് ഫ്രൈ ആണ് ഇതിന് വേണ്ടത്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ അങ്ങ് കളർ ചേഞ്ച് ആയി പോവും. ഏകദേശം ഒരു 10-12 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ ചിക്കന് നന്നായിട്ട് കുക്കായിട്ട് പുറം ഭാഗം ചെറിയൊരു കളറൊക്കെ ചേഞ്ച് ആയിട്ട് നമുക്ക് കിട്ടും. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യരുത്, മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് ഒരു ഭാഗം നമ്മൾ ചിക്കൻ ഇട്ട പാടെ തന്നെ നമ്മൾ സ്പൂണ് വെച്ച് മിക്സ് ആക്കരുത്. ജസ്റ്റ് ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിക്കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചിട്ടിട്ടും ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. എല്ലാ ഭാഗത്തേക്കും ഒരേ കളറാവുന്നവരെ ഒന്ന് തിരിച്ചും മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കുക.
അത്യാവശ്യം വലിയ പാത്രം വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ചിക്കൻ ഒരേ ടൈം തന്നെ ഇട്ട് കുക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതാ ഞാൻ ഇട്ട് കൊടുത്ത ചിക്കനൊക്കെ നന്നായിട്ട് കളർ ചേഞ്ച് ആയിട്ട് നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് കുക്കാവുന്ന പേടിയുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കത്തി വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കുക്കായോ ഇല്ലയോ എന്ന് മനസ്സിലാവും. അത് മാത്രമല്ല ചിക്കൻ ആകുമ്പം വേഗം തന്നെ ഒന്ന് കുക്കായി കിട്ടുമല്ലോ. അപ്പോൾ ഏകദേശം ഒരു 10-12 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് കുക്ക് ചെയ്യുക. അത്യാവശ്യം കളർ ചേഞ്ച് ആയി കഴിഞ്ഞാൽ നമുക്ക് ഫ്രൈ ചെയ്തത് ഓരോന്നായിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. ഇപ്പം നമ്മൾ ഉണ്ടാക്കിയ ചിക്കൻ കണ്ടില്ലേ, നല്ല പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന പോലെ തന്നെ അതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പിയാണ് കേട്ടോ. അപ്പം നന്നായിട്ട് തന്നെ ചിക്കനൊക്കെ കുക്കായിട്ടും കിട്ടിയിട്ടുണ്ട്. പുറഭാഗം നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ബ്രോസ്റ്റഡ് ചിക്കനുള്ള ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ റെസിപ്പി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.